നമസ്കാരം. ഇറാന്റെ എണ്ണയും യുറേനിയം ട്രംപിന്റെ ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയാണ് യുദ്ധം തുടങ്ങിയത്. ഒരു കാര്യവുമില്ലാതെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ അങ്ങോട്ട് കുരുക്കിട്ട് പിടിച്ചു. ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അടുപ്പിച്ചു. ഇതാണ് ഒരു ശരിയായി സംഭവിച്ചത്. അമേരിക്കയുടെ താല്പര്യത്തിനാണ് ഇസ്രായേൽ ഇറാനെ കയറി അടിച്ചത്. പക്ഷേ തിരിച്ചടി, ഇറാന്റെ തിരിച്ചടി അത്രത്തോളം ഭീകരമാവുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല. അത് അമേരിക്കയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അടി കൊടുത്തും പോയി എങ്ങനെയെങ്കിലും ഊരാൻ വേണ്ടിയിട്ട് എല്ലാ അടവും എടുത്തു. അവസാനം ഇസ്രായേൽ എങ്ങനെയെങ്കിലും തടിയൂരി മാറി നിൽക്കുകയാണ്. പക്ഷേ അവിടെ അമേരിക്കയാണല്ലോ ഇസ്രായേലിനെ കുരുക്കിയിട്ട് മാറി നിന്നത്. പക്ഷേ അമേരിക്കയും ഇറാനും നേരിട്ട് അടി തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പെതിയെ ഊരി മാറി നിൽക്കുന്നു. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലാണ് അടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ മേൽക്കോയ്മ ഇറാൻ കൈവരിച്ചു എന്ന് പറയാം. അമേരിക്കയുടെ താല്പര്യങ്ങളും അതുപോലെ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളും ഒക്കെ മറന്നിട്ട് ഇറാന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ട്രംപ് നിർബന്ധിതനായിരിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ കരാറുകൾ എഴുതി ഉണ്ടാക്കുന്നത്, ഇസ്രായേലിനെ നിർബന്ധിക്കുന്നത് ഒക്കെ അതുകൊണ്ടാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരേണ്ടത് ട്രംപിൻ്റെ തലയിലാണെന്ന്, മറ്റാരുടെയും തലയിലല്ല. ട്രംപിൻ്റെ ആവശ്യമാണ്. ട്രംപ് അത് ചെയ്തില്ലെങ്കിൽ ട്രംപിന് പണിയാണ്. ട്രംപ് പറയുന്നതെല്ലാം നെതന്യാഹു കേൾക്കുമെന്നായിരുന്നു അമേരിക്കയുടെ നേരത്തെയുള്ള കണക്കുകൂട്ടൽ. നമുക്കറിയാമല്ലോ, അമേരിക്ക പറയും നെതന്യാഹു ചെയ്യും, അമേരിക്ക പറയും നെതന്യാഹു, ഇതായിരുന്നു നേരത്തെ കഥ. എന്നാൽ ഇപ്പോൾ കണക്കുകൂട്ടലൊക്കെ പഴിച്ചു. ഇപ്പോൾ എല്ലാം തിരിച്ചടിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കനത്ത പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 15 വ്യവസ്ഥകൾ ഉൾപ്പെട്ട ഒരു 15 കണ്ടീഷൻസ്, ഗാസ സമാധാന കരാറ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത് തോട്ടിലിട്ടത്. അമേരിക്ക എന്നല്ല, ട്രംപ് എന്നല്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും, അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുല്ലുവില കൊടുത്തിട്ടില്ല നെതന്യാഹു. കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം ചേർന്ന നെതന്യാഹുവിൻ്റെ പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേലിൻ്റെ ഈ ഔദ്യോഗിക നിലപാട് പരസ്യമായിട്ടാണ് നെതന്യാഹു പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയവേ തന്നെ ഹമാസിൻ്റെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും പൂർണ്ണമായിട്ട്, അത് ഇന്ന ആയുധങ്ങളെന്നല്ല, മുഴുവൻ ആയുധങ്ങളും പൂർണ്ണമായിട്ട് നിർവീര്യമാക്കുകയും അവരുടെ സൈനിക ശേഷി ഇല്ലാതാവുകയും ചെയ്യുന്നത് വരെ ഇസ്രായേൽ പ്രതിരോധ സേന, അതായത് IDF, ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള പിൻവാങ്ങലും നടത്തില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളാരും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരേം വേണ്ട എന്ന് നെതന്യാഹു കണ്ണും മൂട്ടി അങ്ങോട്ട് പറഞ്ഞു ട്രംപിനോട്. ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, നടക്കില്ല എന്ന്. ക്യാബിനറ്റ് യോഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ ഏറെക്കുറെ ഗൗരവമേറിയതാണ്. അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുള്ള ഈ 15 പോയിന്റ് പ്ലാന് ഇസ്രായേൽ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തത്, നേരത്തെ ഞങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് ചിലർ ഒരുപക്ഷെ വാദിച്ചേക്കാം എന്നൊരു കളിയാക്കൽ കൂടിയുണ്ട്. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊരു കരാർ ഉണ്ടാക്കുമായിരുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ട്രംപ് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഇറക്കണ്ട, ഞങ്ങൾ ഇസ്രായേൽ തന്നെ നേരത്തെ ഇതെല്ലാം പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയുടെ ഒരു തരത്തിലുള്ള സ്വാധീനവും ഇക്കാര്യത്തിൽ ഇസ്രായേലിന് മേൽ വേണ്ട, ഇസ്രായേലി പദ്ധതി നിരസിക്കുന്നു എന്നാണ് നെതന്യാഹു കർക്കശമായിട്ട് സംസാരിക്കുന്നത്. ഹമാസിനെയും അവരുടെ ആയുധങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കണം, IDF അല്ലാതെ ഒരു പിൻവാങ്ങലും നടത്തില്ല എന്ന്. അതായത് ഹമാസിൻ്റെ ആയുധങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആയുധങ്ങൾ അല്ലെങ്കിൽ ചെറിയ ആയുധങ്ങൾ അങ്ങനെയല്ല, ഒരു ചെറിയ കൈത്തോക്ക് അല്ലെങ്കിൽ ഈർക്കലിപ്പടക്കങ്ങൾ അടക്കം മുഴുവൻ ആയുധ ശേഖരവും പൂർണ്ണമായിട്ട് ഒഴിവാക്കലാണ്. അതായത് ഹമാസിൻ്റെ കയ്യിൽ ഒരു ഓലപ്പടക്കം ഉണ്ടായാലും അത് ആയുധമായി കണക്കാക്കും. അതുകൂടി കളക്ട് ചെയ്ത് അതിനെ നിർവീര്യമാക്കിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും വെടിനിർത്തൽ നടപ്പിലാക്കൂ, അല്ലെങ്കിൽ നിർവീര്യമാക്കി എന്ന് പറയാൻ പറ്റൂ. അതായത് വെറുതെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആയുധ നിർവീര്യമാക്കൽ അല്ല ഉദ്ദേശിക്കുന്നത്, സമ്പൂർണ്ണ ആയുധ സമാഹരണവും നിർവീര്യമാക്കലുമാണ് എന്ന് നെതന്യാഹു അസന്നിഗ്ധമായിട്ട് പറയാണ്. അതായത് ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ ഗസയിൽ ഇസ്രായേൽ സേന അവിടെ ഉണ്ടാകും. തങ്ങളുടെ ആക്രമണങ്ങളും സൈനിക നീക്കങ്ങളും എല്ലാം ഇതുപോലെ തന്നെ തുടരും. അത് നിർത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇസ്രായേലിന് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചും എല്ലാം നെതന്യാഹു സംസാരിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന് വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സുഹൃത്തായിട്ടാണ് താൻ കാണുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇതുവരെ അമേരിക്ക ഒരുപാട് പ്രസിഡന്റുകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രംപ് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണെന്ന്. എന്നാൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളായതുകൊണ്ട്, ഇസ്രായേലിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അമേരിക്കയോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും ട്രംപിൻ്റെ നിലപാടുകൾക്ക് എതിരെ നിൽക്കാനും അത് ഇസ്രായേലിൻ്റെ നിലപാട് വ്യക്തമാക്കാനും ഇസ്രായേലിന് യാതൊരു പേടിയുമില്ല.
ഈ സമാധാന പദ്ധതിയെക്കുറിച്ച് നിലവിൽ അമേരിക്കൻ ഭരണകൂടവുമായിട്ട് ഇസ്രായേൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാധാന നിർദ്ദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ള പല ആശയങ്ങളും ഇസ്രായേലിന് ഒരു തരത്തിലും സ്വീകാര്യമല്ല. അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും വരാൻ വേണ്ട. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് പരിഗണിക്കാം. ഇതാണ് നെതന്യാഹുവിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. വിളിച്ചു പറഞ്ഞതാണ്, തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾക്കെതിരെ അതിശക്തമായ നിലപാട് തങ്ങളെടുക്കും. അതോടൊപ്പം താൻ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ, അതായത് ജൂഡിയാൻ സമരിയ, ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം പലസ്തീൻ രാഷ്ട്രം എന്നൊരു രാഷ്ട്രം നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. അങ്ങനൊരു പരിപാടി ഇസ്രായേൽ അനുവദിക്കില്ല എന്നാണ്. അതിന് ഫത്താഹ് ഭരണത്തിന് കീഴിലായാലും, അതല്ല ഇനി ഹമാസ് വീണ്ടും വന്നിട്ട് ഹമാസിൻ്റെ ഭരണത്തിന് കീഴിലായാലും, ഇനി വേറെ ആരെങ്കിലും ഇനി ഒരു ഭരണം അവിടെ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാലും, ഇനി ആരായി കഴിഞ്ഞാലും ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായിട്ടുള്ള ബോർഡ് ഓഫ് പീസ് തയ്യാറാക്കിയിട്ടുള്ള സമാധാന നിർദ്ദേശം 15 നിർദ്ദേശം അതാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് ഹമാസിൻ്റെ പൂർണ്ണമായ ആയുധ നിർവീര്യമാക്കൽ. അതായത് ഹമാസ് സർവാംഗമായിട്ട് കീഴടങ്ങുന്നു. ഇനി യുദ്ധമില്ല, ആയുധമില്ല, യാതൊന്നുമില്ല. ആ സമയത്ത് തന്നെ ഇസ്രായേലി സേന ഘട്ടം ഘട്ടമായിട്ട് പിൻവാങ്ങും, ഗസയിൽ നിന്ന് പിൻവാങ്ങും. ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞിട്ടുള്ള ഗസയുടെ ഭരണം ഒരു പുതിയ പലസ്തീൻ ഭരണസമിതിക്ക് കൈമാറും. അതിനുശേഷം ഗസയുടെ പുനർനിർമ്മാണം നിർവഹിക്കും. ഇതാണ് 4 ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഹമാസ് അവരുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസയിലെ പുതിയ ഭരണസമിതിക്ക് ആയുധങ്ങൾ കൈമാറാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തത്. ഹമാസിൻ്റെ ആയുധങ്ങൾ വേണ്ട, ഹമാസ് എല്ലാ പരിപാടികളും നിർത്തുകയാണ്, അതുകൊണ്ട് ഇനി ഒരു പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ തങ്ങളെല്ലാം അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ട് തങ്ങൾ അവസാനിപ്പിക്കാം, അതിന് തങ്ങൾ തയ്യാറാണ് എന്ന് ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസിനെ ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ സേന ഘട്ടം ഘട്ടമായിട്ട് ഗസയിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്തരുത് എന്നതാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. മധ്യസ്ഥ ചർച്ചകളിൽ എല്ലാ കക്ഷികളും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് അമേരിക്കയും അന്താരാഷ്ട്ര മധ്യസ്ഥരും ഉറപ്പുവരുത്തണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം. അതായത് ഹമാസിൻ്റെ ആവശ്യം ഈ കരാറ് കൃത്യമായി നടപ്പിലാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നാണ്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ട്രംപ് ഇറാനുമായിട്ടുണ്ടാക്കിയ കരാർ ഒരു പക്ഷേ ഹമാസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കരാറുണ്ടാക്കി മണിക്കൂർ തികയുന്നതിന് മുമ്പ് കരാർ ലംഘനം അമേരിക്ക തന്നെ നടത്തിയതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അമേരിക്കയോടാണ് പറയുന്നത് ഇത് നടപ്പിലാക്കണമെന്ന്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ, വേറെ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രംപ് മാത്രമല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് അത് നടപ്പിലാകുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ ഹമാസിനുണ്ടാകാം. ഹമാസ് എന്തായാലും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതിനൊപ്പം ഇസ്രായേൽ സേനയും പിൻവാങ്ങണമെന്ന സമകാലികമായിട്ടുള്ള ഒരു നിബന്ധന, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത്. അതായത് ഹമാസ് ആയുധം വെക്കുന്നതോടുകൂടി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം. എന്നാൽ ഇസ്രായേലിൻ്റെ നിലപാട് അതല്ല. അവസാന ആയുധവും അവിടെ വെച്ച് അത് നശിപ്പിച്ചല്ലാതെ ഒരൊറ്റ സൈനികനെ പോലും ഞങ്ങൾ തിരികെ വിളിക്കില്ല എന്നാണ്. അതായത് ഇസ്രായേലിന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അവിടെ. ഹമാസ് സകല ആയുധങ്ങളും വെച്ച് ഒക്കെ കീഴടങ്ങിയ ശേഷം ഞങ്ങൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞൊരു ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ കഥ തീരൂലേ. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നടക്കണമെന്നാണ് ഹമാസ് പറയുന്നത്. നെതന്യാഹുവിൻ്റെ പിടിവാശി സമാധാന ചർച്ചകളെ വീണ്ടും ഒരു അടഞ്ഞ അധ്യായമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വഴിയാക്കി മാറ്റുന്നൊരവസ്ഥയാണ് പശ്ചിമേഷ്യയിലുള്ളത്. Different angles. Don't forget to subscribe and support this channel.